ചായോ പൾസൊന്നും കിട്ടുന്നില്ലല്ലോ. ഇത് എത്ര നേരമായി കിടപ്പ്? കുറച്ചു നേരമായി. നമുക്ക് വേണ്ടി ഞാനത് ചെയ്തു. ബെല്ല് ചെയ്യില്ല എന്ന് പറഞ്ഞത്. പേടിക്കരുത്. പേടിച്ചാൽ നമ്മൾ രണ്ടുപേരും പെടും. ഇനി അങ്ങോട്ട് ഞാൻ കരയുള്ളൂ. ബെല്ല് വേണമെല്ലാം ഓടി നടന്ന് നോക്കാൻ. മരിച്ചു. അയ്യോ, എപ്പം? കുറച്ചു മുമ്പ്. സെലീന ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ എത്തിക്കോളാം.
എല്ലാ സാധനം എടുത്താത്ത് വെക്ക്. നിന്നോടല്ലടാ പറഞ്ഞ് എടുത്തു വെക്കാൻ. അതിച്ചയ ഇവിടെ മൊത്തം അലങ്കോലേക്ക് എടുക്കുക. 2 ദിവസം പിടിക്കും ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. ഇനി ഞങ്ങൾ തന്നെ ആണോ? ഇവിടെ താമസം ബുദ്ധിമുട്ടായിരിക്കും. മാനേജറോട് പറഞ്ഞ് റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറാൻ പറ്റിയല്ല. വേണ്ട ഈ വീട് ഞങ്ങളുടെ അപ്പാപ്പനായിട്ട് ഉണ്ടാക്കിയിട്ടതാ. അതിനിപ്പോഴും എനിക്ക് അവകാശമുള്ളതാ. എന്നിട്ട് അവിടെ ഒരു കവക്കൂട് ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഒന്ന് കയറിക്കോളാം. മാറി തടി. നീ എത്ര നാൾ ഇവിടെ കിടന്ന് മെനക്കൊന്ന് നോക്കാൻ തന്നെ അടിയാൻ വന്നേ. ചേട്ടത്തി വാ. അവള് കയറാൻ പറ്റിയായിരുന്നു. ഞാൻ നോക്കട്ടെ കയറാൻ പറ്റുമെന്ന്. മോളിങ് പോരെ. എന്നാ സാറേ. ആ അതിപ്പോ വീട് വൃത്തിയാക്കിക്കൊണ്ടായിരിക്കുമല്ലോ. ഒന്നുമല്ല സാറേ, ആ വീട്ടിലുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കുക. ഞങ്ങളവിടെ ഉണ്ടെങ്കിൽ അത് പറ്റിയല്ലോ. നിങ്ങളവിടെ കയറ്റാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇതൊരു കൊലപാതകമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ശരിക്കും അത് മാത്രമല്ല സാറേ കാര്യം. ചേട്ടായുടെ വിൽപ്പത്രം പെട്ടെന്ന് ഉണ്ടാക്കിയതാ. അത് പ്രകാരം മുഴുവൻ സ്വത്തുക്കളും അവളുടെ പേർക്കാന്ന് വിചാരിക്കണം. സ്വന്തം കൊച്ചിന് പോലും ഒന്നും വെച്ചിട്ടില്ലെന്നേ. പിന്നെ ചേട്ടായി മരിക്കുന്ന ദിവസം ഈ ചേച്ചി എന്ന് പറഞ്ഞ പണിക്കാരി ഇവിടെ പോയി. വണ്ടിയൊക്കെ ഉള്ളതല്ലേ, ആശുപത്രി കൊണ്ടുപോയോ? ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അടക്കം നിർത്തിയില്ലേ? ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് സാറേ. ഇത് അന്വേഷണം നടത്തണം. അന്വേഷണമൊക്കെ നമുക്ക് നടത്താം. കല്ലറ അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. എല്ലാവർക്കും ഒരു തലവേദന ആവേ. എന്ത് വേണ്ടി നടത്തിക്കോ സാറേ, അവളെ കൊടുക്കണം. സ്വത്തം പണമൊന്നുമില്ല സാറേ. എൻ്റെ ചേട്ടായി എന്ന് പറഞ്ഞാൽ ആ ശരി ശരി കാഞ്ചല്ലേ. ബാക്കി എന്താ വെച്ചാലേ ഞാൻ നോക്കിക്കോളാം. വലിയ ഉപകാരം സാറേ. ആയിക്കോട്ടെ. എന്നാ നിന്നെ കണ്ടിട്ട് എത്ര നാളായി? ഫോൺ വിളിച്ചാരെങ്കിലും ഒന്ന് എടുത്തൂടെ? ഞാൻ പിന്നെ ആരോട് സംസാരിക്കാം? എനിക്കറിയത്തില്ല. ഞാനിവിടെ ഒരു സമാധാനമില്ലാതെ നടക്കുക. അപ്പൊ ഞാനോ? കാര്യങ്ങൾ ഇങ്ങനെ കുഴപ്പത്തിലിരിക്കുന്ന സമയത്ത് ബെല്ല് ഇങ്ങനെ ഒഴിഞ്ഞു മാറല്ലേ? അച്ഛൻ്റെ അനിയനും മോളും ഒക്കെ വന്നിട്ടുണ്ട്. അവര് കേസ് കൊടുത്തിരിക്കുക. കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊക്കെ പറയുന്നത്. ബെൽ, നീ എന്തൊന്നും മിണ്ടാത്ത? ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? എനിക്ക് വേറെ ആരോ ഉള്ളേ പറയാൻ. അങ്ങനെ പെട്ടുപോവോ ബെൽ? അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തിടുന്ന് ബെല്ല് പറ. പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നീക്കില്ലെങ്കിൽ നമ്മൾ പെടും. ബെല്ലൊന്നും ഇങ്ങോട്ട് വാ, നമുക്ക് ആലോചിച്ചൊരു. ഇല്ല, അങ്ങോട്ടേക്ക് എന്തായാലും ഞാൻ വരുന്നില്ല. നിന്റെ എന്നാ ഓപ്പൺ എന്ന് പറഞ്ഞാലും അവിടെ തന്നെ മനസ്സമാനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ബെല്ല് എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ രണ്ടുപേരും കൂടി ഇതൊക്കെ പ്ലാൻ ചെയ്ത് എന്നിട്ട് ഒരുമാതിരി വേഷം ഇതൊക്കെ എന്തിനാ ഫോണിൽ കൂടെ പറയുന്നത്? കോപ്പം. പറയാൻ കിട്ടണ്ട നിന്നെ. എനിക്ക് കുറച്ച് സമാധാനം തരൂ ദേവി. ഇത് ഫോൺ വിളിച്ചിട്ട് പോലും നീ എടുക്കുന്നുണ്ടോ? ഹലോ, അതെ. സ്റ്റേഷനിൽ നിങ്ങളുടെ മൊഴി എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് വരാമോ? എങ്ങോട്ടാ സാർ? സ്റ്റേഷനിലേക്കാണോ? അല്ല, ബംഗ്ലാവിലേക്ക് വാ. ആ ശരി, വരാം.
വരാൻ പറഞ്ഞു സാറേ. ഓ നീയാണപ്പോ ഇവിടുത്തെ ഹോംനെസ് അല്ലേ? ബൽത്താജ് സാർ, അതെ. നീ ഒരു കാര്യം ചെയ്, അകത്തേക്കല്ലോ, സാർ അവിടെ ഉണ്ട്. ചെല്ല്. ചെറിയ പദങ്ങളുണ്ടല്ലേ.